അതെ, പ്രതിപക്ഷം പ്രത്യക്ഷ സമര പരിപാടികളുമായി ഇറങ്ങുന്നു. ജനങ്ങളുടെ നടുവൊടിക്കുന്ന ബജറ്റാണ് ഇത്തവണത്തേതെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് എല്ലാ സാധനങ്ങൾക്കും നികുതി വർദ്ധിപ്പിച്ച് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പെട്രോളിന് 2 രൂപ സെസ് ഏർപ്പെടുത്തിയ നടപടി അംഗീകരിക്കാനാകില്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ചെയ്യുന്ന അതേ കാര്യമാണ് പിണറായി വിജയൻ ഇവിടെ നടപ്പാക്കുന്നത്. ഈ ജനവിരുദ്ധ ബജറ്റിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു. ഈ ബഡ്ജറ്റ് ജനങ്ങളുടെ നടുവൊടിക്കുന്ന ബഡ്ജറ്റാണ്. എല്ലാത്തിനും നികുതി കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പൊ അതിന്റെ മുകളിലാണ് ഈ വൻതോതിലുള്ള വർധനവ്, വൈദ്യുതി വർധനവ്, കുടിവെള്ളത്തിന് വർധനവ്, അതിപ്പോ പെട്രോളിനും ഡീസലിനും വില വർധനവ്, വീടിന് നികുതി, അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ പെട്രോളിന് 2 രൂപ സെസ് ഏർപ്പെടുത്തി എന്ത് ന്യായമാണ്? കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി ചെയ്യുന്ന അതേ കാര്യമാണ് പിണറായി വിജയൻ ഇവിടെ ആവർത്തിക്കുന്നത്. ചേട്ടൻ ബാബയും അനിയൻ ബാബയുമാണ്, ഒരു വ്യത്യാസവും ഇല്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഓരോ ദിവസവും പെട്രോളിന് വില കൂട്ടുന്നു. ആ കൂട്ടിയ വരുമാനം വേണ്ടെന്ന് വെച്ചതാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ഇവിടെ 1000 കോടി രൂപ അന്ന് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഇന്നിപ്പോൾ കേന്ദ്രത്തിന്റെ അധിക വരുമാനം കുറച്ചില്ലെന്ന് മാത്രമല്ല 2 രൂപയുടെ സെസ്